നമസ്കാരം, വാച്ച് ലിസ്റ്റിന്റെ 65-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസം അവസാനിച്ചപ്പോൾ അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് വിപണിയിലും ആഗോള തലത്തിലും കേൾക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ വെള്ളിയാഴ്ച വലിയ വിൽപ്പനാ സമ്മർദ്ദമാണ് കണ്ടത്. നിഫ്റ്റി 25,200 എന്ന നിലവാരവും കൈവിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ന് വീണ്ടും യുദ്ധഭീതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ തിങ്കളാഴ്ചയും ഇതിനോടുള്ള പ്രതികരണം നമുക്ക് വിപണിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എത്രത്തോളം സമ്മർദ്ദം വിപണി നേരിടേണ്ടി വരുമെന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാണ് വിപണി തുറക്കുന്നത്. അതിനാൽ ഇനിയുള്ള ഓരോ വാർത്തയ്ക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട്. എന്നിരുന്നാലും വിപണിയിൽ നിക്ഷേപകർക്ക് അവസരം കണ്ടെത്താവുന്ന 2 ഓഹരികളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ഓഹരി GE വെർണോവ T&D ഇന്ത്യ ലിമിറ്റഡ് ആണ്. ഇന്ത്യയിലെ GEയുടെ ഗ്രിഡ് സൊല്യൂഷൻസ് ബിസിനസിന്റെ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്ഥാപനമാണ് GE ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. കഴിഞ്ഞ 100 വർഷത്തിലേറെയായി പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി ഉൽപാദന സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്നതിനും എത്തിക്കുന്നതിനും ആവശ്യമായ വൈവിധ്യമാർന്ന പരിഹാരങ്ങൾ നൽകുന്നുണ്ട്. 98,584 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ലാർജ് ക്യാപ് കമ്പനിയാണിത്. വിപണിയിൽ സ്റ്റോക്കിന്റെ PE 88.2 ടൈംസ് ആണ്. വിപണി ശരാശരിയേക്കാൾ കൂടുതലാണ്. അതായത് ഓഹരി വില അതിന്റെ വരുമാനത്തെക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് 54.7%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 40.4%. ഇത് കമ്പനിയുടെ മികച്ച പ്രവർത്തനക്ഷമതയും നിക്ഷേപത്തിന്മേൽ ലഭിക്കുന്ന ഉയർന്ന ലാഭത്തെയും സൂചിപ്പിക്കുന്നു. ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കിയാൽ കമ്പനി ഏകദേശം കടരഹിതമാണെന്ന് തന്നെ കാണാം. അഡ്വാൻറ്റേജസ് നോക്കിയാൽ കമ്പനി തങ്ങളുടെ കടബാധ്യതകൾ ഗണ്യമായി കുറയ്ക്കുകയും ഇപ്പോൾ ഏകദേശം കടരഹിതമായി മാറുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 34.8% എന്ന മികച്ച CAGR വളർച്ച ലാഭത്തിൽ കൈവരിച്ചിട്ടുമുണ്ട്. പണം ലഭിക്കാനുള്ള കാലാവധി അഥവാ ഡെപ്റ്റ് ഡേയ്സ് 165 നിന്ന് 125 ദിവസമായി കുറഞ്ഞു. ഇത് മികച്ച പണലഭ്യതയെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ വിൽപ്പനയിൽ 41% വർധനമുണ്ടായി. എന്നാൽ ലിമിറ്റേഷൻസ് നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ വിൽപ്പനയിലെ വളർച്ച 6.33% മാത്രമാണ്. ഇത് കുറഞ്ഞ നിരക്കാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പ്രൊമോട്ടർമാരുടെ ഓഹരി പങ്കാളിത്തം 24% കുറഞ്ഞിട്ടുണ്ട്. ബുക്ക് വാല്യൂവിനേക്കാൾ 47.2 ഇരട്ടി ഉയർന്ന വിലയിലാണ് ഓഹരി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇത് ഹ്രസ്വകാല നിക്ഷേപകർക്ക് റിസ്ക് നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഈ ഓഹരി 159% കുതിച്ചിട്ടുണ്ട്. 1,446 രൂപയിൽ നിന്ന് 3,740 രൂപയിലേക്കാണ് ഉയർന്നത്. ഡിസംബർ പാദത്തിൽ വിദേശ നിക്ഷേപകർ തങ്ങളുടെ ഓഹരി പങ്കാളിത്തം 16.14% നിന്നും 18.46% വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡിസംബർ പാദത്തിലെ മൊത്തം വിൽപ്പന 1,701 കോടി രൂപയും നെറ്റ് പ്രോഫിറ്റ് 291 കോടി രൂപയുമാണ്. ഇനി ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് നമ്മളോട് വ്യക്തമാക്കും. നമസ്കാരം. നമ്മളിവിടെ GE വെർണോവ T&D ഇന്ത്യ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമുക്ക് പ്ലെയിൻ ആയിട്ടൊന്ന് ക്യാൻഡിൽസ് നോക്കാം. വളരെ സ്ട്രോങ് ആയിട്ട് അപ് ട്രെൻഡ് കൊടുത്തൊരു സ്റ്റോക്കാണിത്. ഇവിടെ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജാനുവരി 22 ഓൺവേർഡ്സ് തുടർച്ചയായിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് ഒന്ന് കൺസോൾട്ടേഷനിലേക്ക് വന്നു. ഈ ഒരു ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലൊക്കെ ഒരു കൺസോൾട്ടേഷൻ ലെവലാണ്. അതിനുശേഷം വീണ്ടും ഒരു അപ് ട്രെൻഡ് ആരംഭിച്ചതായിട്ട് നമുക്ക് ചാർട്ടിൽ വിസിബിളാണ്. ഈ ഒരു നിലവാരത്തിൽ കുറച്ച് നാൾ കൺസോൾട്ടേറ്റ് ചെയ്തിരുന്നു സ്റ്റോക്ക്. അതിനുശേഷം നിലവിൽ ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തതായിട്ട് കാണാം. ഇവിടെ 24 ഫെബ്രുവരി വീണ്ടും ഗ്രീൻ ക്യാൻഡിലാണ്. കൂടുതലായിട്ടും ഗ്രീൻ ക്യാൻഡിൽ ഫോർമേഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ പ്ലെയിൻ ക്യാൻഡിൽസ് ആണ്. നമുക്കിനി EMA ഒന്ന് അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ EMA 20, 50, 100, 200. ഇതിൽ ഏറ്റവും മുകളിലുള്ളത് റെഡ് EMA 20 ആണ്. അതിന് താഴെയുള്ളത് EMA 50 ആണ്. തൊട്ട് താഴെയുള്ള ബ്ലൂ EMA 100ഉം ഏറ്റവും താഴെയുള്ള ഗ്രീൻ ലോങ് ടൈം മൂവിങ് ആവറേജ് ആണ് EMA 200 ആണ്. നമുക്കറിയാം ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ലെവലിൽ EMA 20 ബ്രേക്ക് ചെയ്തു ജാനുവരി 8-ാം തീയതി. അതിനുശേഷം സ്റ്റോക്ക് ഒരു കറക്ഷനിലേക്ക് വന്നു. EMA 20, 50, 100 ഒക്കെ ബ്രേക്ക് ചെയ്തു. പക്ഷേ EMA 200 ഇവിടെ സപ്പോർട്ട് കൊടുത്തു സ്റ്റോക്കിന്. ലോങ് ടൈം മൂവിങ് ആവറേജ് അവിടെ വാല്യൂ ബൈയിങ് നടന്ന ഒരു ഏരിയയാണ്. അവിടെ നിന്നാണ് സ്റ്റോക്ക് തിരിച്ച് കയറാൻ തുടങ്ങിയത്. ഒരൊറ്റ മരബൂസ് ക്യാൻഡിൽ കൊണ്ട് തന്നെ ഇവിടെ നിർണായകമായിട്ടുള്ള 3 മൂവിങ് ആവറേജിനെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം തുടർച്ചയായിട്ട് EMA 20 സപ്പോർട്ട് കൊടുത്ത് മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വിസിബിൾ ആവുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കൃത്യമായിട്ട് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് പ്രകടമാണ് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമുക്ക് ഇതേ സ്റ്റോക്കിൽ തന്നെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളത്.
മൂവിങ് ആവറേജസ് എപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ലെവലുകൾ വീക്കിലിയിൽ നമുക്ക് ആവശ്യമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം EMA 20 ആണ് ബ്രേക്ക് ചെയ്തിട്ടാണ് സ്റ്റോക്ക് പോയത്. നമ്മളിവിടെ മൂവിങ് ആവറേജസ് ഒന്ന് ഹൈഡ് ചെയ്യാണ്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോർമേഷൻസ് നമുക്ക് വീക്കിലിയിൽ കാണാം. കൺസോൾട്ടേഷനൊക്കെ വന്നപ്പോഴും സ്റ്റോക്ക് വലിയൊരു ഇടിവിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് നമുക്കിവിടെ ശ്രദ്ധിക്കാം. തുടർച്ചയായിട്ട് ഗ്രീൻ ക്യാൻഡിൽസ് ആണ് കൂടുതലായിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾ നമ്മൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമുക്ക് വിസിബിളായിട്ടുള്ളത്. നമുക്കിതേ സ്റ്റോക്കിൽ തന്നെ ഫിബ് ലെവലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഒരു ഹൈ ഫോം ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫിബ് ലെവലിന് ഒരു കൂടുതലായിട്ടുള്ള സാധ്യതകളുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ. എല്ലാ സ്റ്റോക്കിലും ഫിബ് ലെവൽ വർക്ക് ചെയ്യും, എങ്കിലും നമുക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും ഇത്തരത്തിലുള്ള ഫോർമേഷൻ വരുമ്പോൾ. നമുക്കിവിടെ നോക്കാം. കൃത്യമായിട്ട് നമ്മൾ ഫിബ് ഇവിടെ അപ്ലൈ ചെയ്തു. വളരെ മനോഹരമായിട്ട് ഫിബ് ഇവിടെ ഈ സ്റ്റോക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഫിബിൻ്റെ താഴെ ലെവലിൽ 0.6180 എന്നാണ് സപ്പോർട്ട് എടുത്തത്. അതിനുശേഷം ഒരു സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ അടുത്ത സ്റ്റെപ്പ് 0.5 സപ്പോർട്ട് എടുത്തു. പിന്നീട് 0.382 ബുള്ളിഷ് സോണാണ്, അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. പിന്നീട് ഏറ്റവും ഫിബിൻ്റെ ഉയർന്ന നിലയിൽ നിന്നൊരു റിജക്ഷൻ വന്നു. പക്ഷേ വീണ്ടും 0.236 നിലവാരത്തിൽ നിന്ന് സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. കൺസോൾഡേറ്റ് ചെയ്ത സമയത്തൊന്നും തന്നെ 0.236 താഴേക്ക് പോയിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് അത് ആക്ട് ചെയ്തു. നമുക്ക് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഒരു ലോ 3485 രൂപ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് പരിഗണിക്കാം. അതേപോലെ നിലവിലെ ഒരു ഹൈ 3910 രൂപ നിലവാരം ഏകദേശം നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ സ്റ്റോക്കിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. അടുത്ത ഓഹരി സീമെൻസ് എനർജി ഇന്ത്യ ലിമിറ്റഡ് ആണ്. 2024 സ്ഥാപിതമായ കമ്പനി ഊർജ്ജ ഉൽപ്പാദനത്തിലും വിതരണ സംവിധാനങ്ങളും സംയോജിത പരിഹാരങ്ങൾ നൽകുന്ന ഒരു മുൻനിര എനർജി ടെക്നോളജി പ്രൊവൈഡറാണ്. വൈദ്യുതി താപ ഉൽപ്പാദനം, വിതരണം, സംഭരണം തുടങ്ങി ഊർജ്ജ മേഖലയിലെ മിക്കവാറും എല്ലാ ഘട്ടത്തിലും ഈ കമ്പനി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. 1,04,375 കോടി രൂപ മാർക്കറ്റ് ക്യാപ്പുള്ള ഇത് ലാർജ് ക്യാപ് എനർജി ടെക്നോളജി കമ്പനിയാണ്. സ്റ്റോക്കിന്റെ PE 85.6 ടൈംസായി തുടരുന്നു. ഓഹരി വിപണിയിലെ മറ്റ് എതിരാളികളെ അപേക്ഷിച്ച്, ഉദാഹരണത്തിന് ഹിറ്റാച്ചി എനർജിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ വാല്യുവേഷൻ അല്പം മെച്ചപ്പെട്ടതാണ്. ROC 39%. കമ്പനി ഉപയോഗിക്കുന്ന മൂലധനത്തിന്മേൽ മികച്ച ലാഭം ഉണ്ടാക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 31%. ഷെയർ ഹോൾഡർമാരുടെ പണത്തിന്മേൽ നല്ലൊരു റിട്ടേൺ നൽകാൻ കമ്പനിക്ക് കഴിയുന്നുണ്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.01 ആണ്. കമ്പനി പൂർണ്ണമായും കടരഹിതമാണെന്ന് പറയാം. ഇത് വലിയ പ്രൊജക്ടുകൾ ഏറ്റെടുക്കാൻ കമ്പനിയെ സഹായിക്കുന്നു. പ്രൈസ് ടു ബുക്ക് വാല്യൂ 41.5 ടൈംസ് ആണ്. ഇത് ഓഹരി വില അതിന്റെ ബുക്ക് വാല്യൂവിനേക്കാൾ ഉയർന്ന നിലവാരത്തിലാണെന്ന് കാണിക്കുന്നു. കഴിഞ്ഞ പാദങ്ങളിൽ വിൽപ്പനയിൽ ഏകദേശം 26% വളർച്ചയുണ്ടായിട്ടുണ്ട്. പവർ ട്രാൻസ്മിഷൻ മേഖലയിലെ പുതിയ ഓർഡറുകൾ ഇതിന് കാരണമായിട്ടുണ്ട്. ലാഭത്തിൽ ഏകദേശം 51% വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ചെലവുകൾ നിയന്ത്രിക്കാനും കൂടുതൽ ലാഭകരമായ പ്രൊജക്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ പരിശോധിച്ചാൽ ഏകദേശം 18% മുതൽ 20% വരെയാണെന്ന് കാണാം. ഊർജ്ജ മേഖലയിലെ സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് മാർജിൻ ഇനിയും മെച്ചപ്പെട്ടേക്കാം. വിദേശ നിക്ഷേപകർ ഏകദേശം 13.04% ഓഹരി പങ്കാളിത്തം ഉറപ്പിച്ചിട്ടുണ്ട്. വിദേശ നിക്ഷേപകർ ഈ ഓഹരിയിൽ വലിയ വിശ്വാസം പ്രകടിപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. മ്യൂച്വൽ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള ആഭ്യന്തര സ്ഥാപനങ്ങൾക്ക് ഓഹരിയിൽ 28.18% വലിയ വിഹിതവുമുണ്ട്. അഡ്വാൻറ്റേജസ് നോക്കിയാൽ പവർ ജനറേഷൻ മുതൽ ട്രാൻസ്മിഷൻ, സ്റ്റോറേജ് വരെയുള്ള എല്ലാ ഊർജ്ജ മേഖലയുടെ ഘട്ടത്തിലും സീമെൻസ് എനർജിക്ക് സാന്നിധ്യമുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ, സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകൾ തുടങ്ങിയ ഭാവി പദ്ധതികളിൽ സീമെൻസ് എനർജി മുൻപന്തിയിലാണ്. ഗ്രിഡ് ഇൻഫ്രാസ്ട്രക്ചർ നവീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ നിന്നും സ്വകാര്യ മേഖലയിൽ നിന്നും വൻതോതിൽ ഓർഡറുകൾ കമ്പനിക്ക് ലഭിക്കുന്നുണ്ട്. സീമെൻസ് എനർജി ഇന്ത്യ ഒരു മികച്ച ഫണ്ടമെന്റൽ ഉള്ള ഓഹരിയാണ്. എനർജി ട്രാൻസിഷൻ നടപ്പാക്കുന്നതിൽ കമ്പനി വഹിക്കുന്ന പങ്ക് നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. എന്നാൽ അതേസമയം 85.6 ടൈംസ് എന്ന PE അനുപാതം ഓഹരി വില അല്പം കൂടുതലാണെന്ന് സൂചിപ്പിക്കുന്നു. അതായത് പ്രീമിയം വാല്യുവേഷൻ ഉണ്ടെന്ന് പറയുന്നു. ദീർഘകാല നിക്ഷേപകർക്ക് ഇതൊരു മികച്ച ഓപ്ഷൻ ആയിരിക്കാം. ഏതായാലും ഓഹരിയുടെ ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് നമ്മളോട് വ്യക്തമാക്കും. നമസ്കാരം. നമ്മളിവിടെ സീമെൻസ് എനർജി ഇന്ത്യ ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ് ഫേസ് ചെയ്തൊരു സ്റ്റോക്കാണിത്. ഈ ഒരു നിലവാരം മുതൽ നവംബർ 24 മുതൽ തുടർച്ചയായിട്ട് റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. വളരെ വലിയൊരു ഇടിവിലേക്ക് സ്റ്റോക്ക് പോയി. സ്ട്രോങ് ആയിട്ടുള്ള മാരബോസ് ക്യാൻഡിൽസ് ഫോം ചെയ്തു.
അത്തരത്തിൽ ഈ ഒരു താഴെ ലെവലിലെത്തി. ഇവിടെ ഒരു ചാനൽ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിലവാരത്തിൽ നിന്ന് സ്റ്റോക്ക് പതുക്കെ റീബൗണ്ട് ചെയ്യാൻ തുടങ്ങി ജനുവരി 27 മുതൽ. അതിനുശേഷം ഈ ഒരു ജനുവരി 28-ാം തീയതി ആ ഒരു ചാനലിനെ അവിടെ ബ്രേക്ക് ചെയ്തു. അതോടുകൂടി തന്നെ ആ ഒരു ചാനലിൻ്റെ പ്രസക്തി അവിടെ നഷ്ടപ്പെട്ടു. ആ ചാനലില്ല എന്ന് നമുക്ക് കണക്കാക്കാം. പിന്നീട് പുതിയൊരു ചാനൽ ഇവിടെ ഫോം ചെയ്തു. എങ്ങനെയാണോ സ്റ്റോക്ക് താഴേക്ക് ഇടിഞ്ഞത്, സമാനമായിട്ട് ഒരു അപ് ട്രെൻഡ് ചാനൽ ഇവിടെ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ചാനലിനെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് മുകളിലേക്ക് പോയത്. പിന്നെ ലാസ്റ്റ് ഒരു 3 ഡേയ്സിൽ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനിലേക്ക് പോയതായി നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ EMA ലെവൽസ് ഒന്ന് അപ്ലൈ ചെയ്യാം. EMA 9 ആണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അറിയാം കൃത്യമായിട്ട് ഈ ഡൗൺ ട്രെൻഡ് ഉണ്ടായ സമയത്തെല്ലാം ഈ ഒരു ബ്ലൂ ലൈനാണ് EMA 9 എന്നുള്ളത്. ഡൗൺ ട്രെൻഡ് ഉണ്ടായ സമയത്തൊക്കെ EMA 9 ആണ് സ്റ്റോക്കിന് റെസിസ്റ്റൻസ് കൊടുത്തത്. അതിന് മുകളിലേക്ക് പോകാൻ പറ്റിയിരുന്നില്ല. പിന്നീട് ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്ത സമയത്താണ് കൃത്യമായിട്ട് നമുക്കിവിടെ വിസിബിളാണ്. ചാനൽ ബ്രേക്ക് ചെയ്ത സമയത്ത് അതിനോടൊപ്പം തന്നെ EMA 9 ബ്രേക്ക് ചെയ്തു. പിന്നീട് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഈ ഒരു സ്റ്റോക്ക് EMA 9-ൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗ് ആണെങ്കിലും EMA 9 ആണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വോളിയം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ശരാശരിയോട് ചേർന്ന വോളിയം ആ ഒരു രീതിയിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സ്റ്റോക്കാണ് ഇത് എന്ന് കാണാം. അതേപോലെ തന്നെ നമ്മൾ ലെവൽസ് നോക്കുകയാണെങ്കിൽ നിലവിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിരിക്കുന്ന ഏരിയ നേരത്തെ ഒരു കൺസോൾട്ടേറ്റ് ചെയ്തൊരു ഏരിയ ആയിരുന്നു. അത് അവിടെ നിന്നാണ് ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത ഒരു സോണാണത്. അതിൻ്റെ ഒരു ഹയർ എൻഡ് എന്നുള്ളത് 3021 രൂപ ഓൾമോസ്റ്റ് ആ ഒരു നിലവാരത്തിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഏരിയ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ റെഡ് ക്യാൻഡിലിൻ്റെ ലോ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ലോ എന്നുള്ളത് 2875 രൂപയാണ്. അവിടെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ഉള്ളത്. ഇതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോൾ EMA 9 അതേപോലെ ഷോർട്ടായിട്ടുള്ള മൂവിങ് ആവറേജസ് കൂടുതലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത്തരത്തിലെ റെസിസ്റ്റൻസ് സപ്പോർട്ട് അടക്കമുള്ള നിലവാരങ്ങൾ പരിഗണിച്ച് മാത്രം ഈ ഓഹരിയിൽ വ്യാപാരം അല്ലെങ്കിൽ നിക്ഷേപം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു. അടുത്ത ആഴ്ച ശ്രദ്ധിക്കാൻ പറ്റിയ 2 ഓഹരികളുടെ വിശദാംശങ്ങളാണ് ഇന്ന് മനസ്സിലാക്കിയത്. മറ്റ് ഓഹരികളുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.